വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ ഒപ്പം ഒരു പുതിയ സിനാന പകരം ഇന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആദുവിനെയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നിട്ടാ ക്രിസ്മസിന് നമ്മള് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാ മാമയുടെ വീട്. അപ്പൊ ഓക്കെ അല്ലേ? ഇത് ഞങ്ങള് ക്രിസ്മസ് ട്രീ വെക്കാൻ പോവാണ്. അപ്പൊ നമ്മള് ഈ വീട്ടില് ചെറിയ ചെറിയ അലങ്കാരപ്പണികൾ എന്ന് എന്താ നമ്മളെന്നല്ല ഡെക്കറേഷൻ ചെയ്യാൻ പോവാ. അപ്പൊ ഇന്ന് ഡെക്കറേഷൻ ചെയ്യുന്ന ആളാണ് നമ്മുടെ സ്വന്തം ആദു. ഇവിടെയാണ് നമ്മള് ക്രിസ്മസ് ട്രീ വെക്കാൻ പോണത്. ഇതൊക്കെയാണ് നമ്മള് ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങള്. ഇത് കുറെയൊക്കെ നമ്മൾ മുന്നത്തുണ്ട്, കുറച്ചൊക്കെ നമ്മൾ ഈ വർഷത്തെ കുറച്ച് പക്ഷേ ഈ പ്രാവശ്യം അധികം നമ്മൾ പോയിട്ടില്ല വാങ്ങാൻ. സ്കൂൾ പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, പിന്നെ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ വെക്കേഷൻ, പിന്നെ ക്രിസ്മസ് കേക്ക്, പിന്നെ പാതിര കുർബാന, പിന്നെ പുൽക്കൂട് നമ്മള് മറ്റേ വൈക്കോലൊക്കെ വെച്ച് വട്ടത്ത് വിടുന്ന പൊന്മലി വിടുന്ന വൈക്കോല് വന്നു. പിന്നെ പനപ്പട്ട ബാക്കില് കാണാക്കാൻ പനപ്പട്ട വെക്കും. പിന്നെ നമ്മള് കുളം വെക്കാൻ വേണ്ടിട്ട് കറുപ്പ് തുണി വെക്കും. പാറ വെക്കാൻ ഞങ്ങള് ചകിരി വെച്ചിട്ട് പെയിന്റ് അടിക്കുക ചെയ്യാം. ഇപ്പത്തെ ജനറേഷൻ പിള്ളേർക്ക് പുൽക്കൂട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അല്ലേ? അതെ, ഇതൊക്കെയാണ് നമുക്ക് ക്രിസ്മസിനെ പറ്റി ഓർക്കുമ്പോ ഏറ്റവും ഒരു ഇയറിലെ ഏറ്റവും ഇഷ്ടമുള്ള മാസം എന്ന് പറഞ്ഞാൽ ഏത് മാസമായിരിക്കും? ഡിസംബർ. Which is your favorite month in year? May, because അവന്റെ ബർത്ത്ഡേ ആണ് മെയ്, അതുകൊണ്ടല്ലേ? അതുകൊണ്ടാണ് അവൻ ആ മാസം ഇഷ്ടം. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഡിസംബർ ഇഷ്ടം. നാട്ടിലിപ്പോ ഞങ്ങൾ ഒരു പള്ളിയാണ്. അപ്പൊ നമുക്ക് പള്ളിയിൽ കുറെ പരിപാടികൾ ഉണ്ടാവും ക്രിസ്മസിന്. നമുക്ക് ക്രിപ്പിന്റെ കോമ്പറ്റീഷൻ ഉണ്ടാവും, ട്രീയുടെ കോമ്പറ്റീഷൻ ഉണ്ടാവും. നമ്മുടെ യൂണിറ്റുകൾ നമ്മൾ മനസ്സിലാവും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ യൂണിറ്റ് അല്ലേ ചേട്ടാ? അതായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കറിയില്ല, ഞങ്ങളൊക്കെ പോയ കാരണം ചിലപ്പോൾ മാറി പോയിട്ടുണ്ടായിരിക്കും, അറിയില്ല. പിന്നെ വീട്ടില് നമ്മളിപ്പോ എന്തായാലും 25 ദിവസം ഞങ്ങൾ നോമ്പ് എടുക്കണ കാരണം നമ്മളെ വീട്ടിലെല്ലാവരും എടുക്കും. 25ാമത്തെ ദിവസം നമ്മള് 24ാമത്തെ ദിവസം കുക്ക് ചെയ്യാൻ തുടങ്ങും വീട്ടില്. അപ്പൊ തൊട്ട് നമ്മൾ നോമ്പ് വീടാൻ തുടങ്ങും. അത് കഴിക്കും. പിന്നെ പള്ളിയിലായാലും നമുക്ക് നോമ്പ് വിടാനായിട്ട് വട്ടയപ്പോ ബീഫ് കായും ഉണ്ടാവും, അതുണ്ടാവും, അത് ഞങ്ങൾ കഴിക്കും. പിന്നെന്താ റിബ് കാണാൻ പോകും. ഇവര് ഞങ്ങക്ക് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങള് ഞങ്ങളുടെ കസിൻസ് അതെ, നിങ്ങൾ ഇത്തിരി ക്ഷമിക്കണം. ഞങ്ങള് ക്യാമറമാൻ ഇച്ചിരി പ്രശ്നക്കാരനായ കാരണം ഇടയ്ക്ക് ഒരു സൗണ്ട് ഉണ്ടാക്കും, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. വിനോദം എന്ന് പറയുന്നത് ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും എന്തായാലും രാത്രി 12 മണിക്ക് നമ്മുടെ പാചക കുർബാന കഴിഞ്ഞ് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തെല്ലാ റോഡിൽ വന്നിട്ട് പടക്കം പൊട്ടിക്കും. അതിനുള്ള ആൻസർ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള എല്ലാവരും പുറത്തിറങ്ങിയിട്ട് ആരും എന്തെങ്കിലും പടക്കം പൊട്ടിച്ചു, എന്തിനാ പടക്കം പൊട്ടിച്ചത്, ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ. പക്ഷെ എനിക്കറിയാം ഇവരെ പൊട്ടിച്ചത്. പക്ഷെ എന്തിനായിരുന്നു ഞങ്ങളുടെ വീട്ടിലാണ് നിങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നത്. പിന്നെ കരോള്, മെയിൻ തിങ് കരോളാണ്. അതൊരു കോമ്പറ്റീഷൻ കരോളായിരിക്കും. അത് എല്ലാ യൂണിറ്റുകാരും ഒരുമിച്ച് വരുന്ന ഒരു കരോളുണ്ട്. അതിലും മികച്ച കരോള് ഞങ്ങളുടെ തന്നെയാണ് ആവാറ്. പിന്നെ യൂണിറ്റുകളൊക്കെ ഉണ്ട് നിങ്ങളുടെ യൂണിറ്റിൽ ഇപ്പൊ കുറെ യൂണിറ്റ്, പക്ഷെ പണ്ട് ഞങ്ങളുടെ യൂണിറ്റ് മാത്രമാണ് പള്ളി നടത്തുന്നത്. കരോൾ അടിപൊളിയാക്കി ഞങ്ങളുടെ യൂണിറ്റ് കഴിഞ്ഞിട്ട് യൂണിറ്റ് ഉണ്ടായിരുന്നു. ഇവര് യൂണിറ്റ് ചിലപ്പോൾ 2 പേരായിരിക്കും കരോളിൽ വരാം, സൈക്കിളിൽ കർത്താവ് ഞാനിപ്പോ ഇവരെ യൂണിറ്റാണ്. പക്ഷെ
പക്ഷേ നിന്നെ ഞങ്ങൾ അല്ലെങ്കിൽ അത് താല്പര്യമില്ല. ചേർത്തൊന്നുമില്ല തന്നെ. പിന്നെ ഞങ്ങളെല്ലാവരും നമ്മളിവിടെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ക്രിസ്മസ് ഫണ്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും എക്സ്ചേഞ്ച് ചെയ്തായിരുന്നു ഗിഫ്റ്റ്. ഈ വട്ടം നമുക്ക് അറിയില്ല, കാരണം കഴിഞ്ഞ സൺഡേ ആയിരുന്നു ക്രിസ്മസ്. ഈ വട്ടം നമുക്ക് വെനസ്ഡേ ആയ കാരണം ക്രിസ്മസിന്റെ അന്ന് എല്ലാവർക്കും ഡ്യൂട്ടി ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് മോസ്റ്റ്ലി എല്ലാവർക്കും ഡ്യൂട്ടി ആയിരിക്കും. ഡോർമ ഹാങ് ചെയ്യാനുള്ള ഇങ്ങനൊരു സാധനം ഉണ്ട്. പിന്നെ 2 സംഭവം ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് ഡോർമ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവസാനിപ്പിക്കാം. അപ്പൊ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷന്റെ ഡെക്കറേഷൻസ് എല്ലാം ഒരുവിധം നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് അവിടെ ഇവിടെയൊക്കെ വെക്കാനുള്ളതുണ്ട്. അപ്പൊ അതുകൊണ്ട് വെച്ചിട്ട് ഫുൾ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ എല്ലാവരും വീട്ടിൽ പോയിട്ട് ഇതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്യുക, നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക വീടെല്ലാം. കാരണം വീട് തന്നെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പം എല്ലാവരും അപ്പം നമ്മളുടെ ഫസ്റ്റത്തെ വൈൻ ഉണ്ടാക്കി കഴിഞ്ഞു, നമ്മുടെ ഡെക്കറേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.